ഹലോ എവ്രി വൺ, വെൽക്കം ടു ക്രാക്ക് വിജാക്ക് മലയാളം ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ലാസ്റ്റ് ഡേ എന്തൊക്കെ പഠിച്ചു? കറണ്ട് അഫെയർസിൽ വരുന്നതാണല്ലോ കറണ്ട് അഫെയർസിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആൻഡ് തീംസ് നമ്മൾ കവർ ചെയ്തു April 1 to 15 വരെ. അപ്പോൾ ഇന്ന് April 16, അതിൻ്റെ ബാക്കിയായിട്ടുള്ള April 16 to April 30 വരെയുള്ള ഇമ്പോർട്ടൻറ്റ് ഡേയ്സും അതിലെ ഇമ്പോർട്ടൻറ്റ് തീംസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം April 1 to 15 എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള crackvijack.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ എല്ലാവരും കയറുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ക്രാക്ക് വിജാക്ക് ആപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ കുറേ കോഴ്സസ് അവൈലബിൾ ആണ്. ഗ്രാൻഡ് ബണ്ടിൽ PDF കോഴ്സ് ഉണ്ട്, ക്രാക്ക് വിജാക്ക് വീഡിയോ കോഴ്സ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്, ബാങ്കിങ് അവയർനെസ്, ഇതുപോലെയുള്ള കോഴ്സസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അതും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു 10% ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് കൂപ്പൺ കോഡ് DEEP SET. സോ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. April 16 എന്ന് പറയുന്നത് സേവ് ദ എലഫൻസ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, വേൾഡ് എലഫൻസ് ഡേ, വേൾഡ് എലഫൻസ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ സേവ് ദി എലഫൻറ്റ് ഡേ ഓർ വേൾഡ് എലഫൻസ് ഡേ. ആക്ച്വലി ഇതെന്താണ്, നമ്മുടെ എലഫൻസ് ഫേസ് ചെയ്യുന്ന ഡേഞ്ചേഴ്സ് അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ്, പ്രോബ്ലംസ്, അതിനൊക്കെ തരുന്ന ഒരു അവയർനെസ് ആണ്. അതിൻ്റെയൊക്കെ ഒരു അവയർനെസ് ആണ് എന്ത് റേസിംഗ് അവയർനെസ് ഓഫ് ഈ കാര്യങ്ങൾക്ക്. ഓക്കെ, അതാണ് എന്ത് എലഫൻറ്റ് ഡേ, വേൾഡ് എലഫൻറ്റ് ഡേ. സോ വേൾഡ് എലഫൻറ്റ് ഡേ എന്നാണ് April 16. നമുക്കിനി നെക്സ്റ്റ് ഡേ നോക്കാം. April 17 ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഹീമോഫീലിയ ഡേ. ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ഹീമോഗ്ലോബിൻ ആ വേർഡായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ. അപ്പോൾ എന്താണ്, സംതിങ് റിലേറ്റഡ് ടു ബ്ലഡ് ആണ്. സോ ഹീമോഫീലിയ എന്ന് പറയുന്നത് ആക്ച്വലി ബ്ലീഡിങ് ഡിസോർഡർ ആണ്. അതായത് ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കുന്ന ആ ഒരു എബിലിറ്റി, ആ ഒരു ഇതാണ് ഹീമോഫീലിയ എന്ന് പറയും. ക്ലോട്ട് ആവാതെ ഇങ്ങനെ ബ്ലീഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ഡിസോർഡേഴ്സ് ആണ് ഹീമോഫീലിയ. സോ വാട്ട് ഇസ് എ തീം? അഡാപ്റ്റിംഗ് ടു ചേഞ്ച്, സസ്റ്റെയിനിങ് കെയർ ഇൻ ന്യൂ വേൾഡ്. എല്ലാം ഒരു നമ്മൾ ഇപ്പോഴാണല്ലോ ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഒരു COVID-19 ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും. സോ ഇൻ ദ അമിഡ് ഓഫ് COVID-19 ആണല്ലോ ഇത് ഒബ്സർവ് ചെയ്യുന്നത്. സോ അഡാപ്റ്റിംഗ് ടു ചേഞ്ച്, സസ്റ്റെയിനിങ് കെയർ ഇൻ ന്യൂ വേൾഡ്. Okay, so next day, World Heritage Day. So April 18th of April is observed as World Heritage. കാരണം കുറേ മോണുമെൻറ്റ്സ്, സൈറ്റ്സ് അല്ലേ, നമ്മുടെ ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് ഒക്കെ. അപ്പോൾ അതിനുള്ള ഇമ്പോർട്ടൻസ്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതേപോലെ തന്നെ സെലിബ്രേറ്റ്സ് ഓൾ ദ വേൾഡ്സ് കൾച്ചർ, വേൾഡിൻ്റെ എല്ലാ കൾച്ചറും സെലിബ്രേറ്റ് ചെയ്യുന്നു. സോ വാട്ട് ഇസ് എ തീം? ആക്ച്വലി ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതേപോലെ നമ്മുടെ ഹീമോഫീലിയ ഡേയുടെ തീമും എന്താണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ദിസ് വൺ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. Complex past, diverse futures. So that is World Heritage Day. Okay, that is important. So next one, April 19th of April is World Liver Day. So എന്തൊക്കെയാണ് ഇതിൽ എന്ത് അവയർനെസ് ആണ് കൊടുക്കുന്നത്? ലിവർ റിലേറ്റഡ് ഡിസീസസ് ഒക്കെ അല്ലേ, ലിവറിനെ ബാധിക്കുന്ന ഡിസീസസ്, അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ആണ് 19th of April. ഓക്കെ, സോ 19th of April is observed as World Liver Day. 19th of April is observed as World Liver Day. So next one, National Civil Services Day, and it is on April 21. National Civil Services Day. അതായത് നമ്മുടെ സിവിൽ സർവീസ് ഇല്ലേ, സിവിൽ സർവീസ് ഓഫീസേഴ്സ് എന്തൊക്കെ കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്, എന്താ അവർ കൊടുത്തിട്ടുള്ള എഫേർട്സ്, അവരുടെ വർക്ക്, അവരുടെ കോൺട്രിബ്യൂഷൻസ് ഇതിനെയൊക്കെ ഒന്ന് ആദരിക്കുന്ന ഒരു ഡേ ആണ്. ഈവൻ അവാർഡ്സ് പോലും കൊടുക്കുന്ന ഒരു ദിവസമാണ് April 21 സിവിൽ സർവീസ് ഓഫീസേഴ്സിന്. ഓക്കെ, സോ നാഷണൽ സിവിൽ സർവീസസ് ഡേ, അതായത് സിവിൽ സർവീസ് ഓഫീസേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഡേ ആണ്. ഓൺ ദ സെയിം ഡേ തന്നെയാണ് എന്ത്, April 21 തന്നെയാണ് വേൾഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ ഡേ. വേൾഡ് Creativity and Innovation Day. It is also on the 21st of April. So what is World Creativity and Innovation Day എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അല്ലേ. ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു അവയർനെസ് ആണ് നമ്മൾ കൊടുക്കുന്നത് 21st of April. So next one is 22nd of April, that is International Mother Earth Day. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, മദർ എർത്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്,
പെർസോണിഫിക്കേഷൻ ഓഫ് നേച്ചർ ആണ് അല്ലേ. മദർ എർത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പെർസോണിഫിക്കേഷൻ ഓഫ് നേച്ചർ. സോ ഇൻ്റർനാഷണൽ മദർ എർത്ത് ഡേ, അതായത് റീസ്റ്റോർ അവർ എർത്ത്, ദിസ് ഇസ് ദ തീം. ഓക്കെ, ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ തീമും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. റീസ്റ്റോർ അവർ എർത്ത്, റീസ്റ്റോർ അവർ എർത്ത്, 22nd of April, റീസ്റ്റോർ അവർ എർത്ത് ആണ് ഈ വർഷത്തെ 2021 തീം. സോ 22nd of April is International Mother Earth Day and it was actually established on ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തത് 2009 ബൈ UN General Assembly. ഓക്കെ, സോ ഓൺ 2009 ഫസ്റ്റ് ആയിട്ട് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആൻഡ് തീം ഈസ് റീസ്റ്റോർ അവർ എർത്ത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ ആൻഡ് ഇറ്റ് ഈസ് ഓൺ 23rd of April. 23rd of April ആണ് വേൾഡ് ബുക്ക്, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് പറയാം, ഇൻ്റർനാഷണൽ ബുക്ക് ഡേ, ഇൻ്റർനാഷണൽ ബുക്ക് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. സോ വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ 23rd of April. അതേപോലെ തന്നെ ഈ ഡേയിലാണ് വേൾഡ് ബുക്ക് ക്യാപിറ്റലായിട്ട് തിരഞ്ഞെടുത്തത് ടിബിലിസി ആണ്. ടിബിലിസി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഓഫ് ജോർജിയാണ്. സോ April 23rd എന്ന് പറയുന്നത് എന്ത് ഡേ ആണ്, ഇൻ്റർനാഷണൽ ബുക്ക് ഡേ അല്ലെങ്കിൽ വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ. വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ. ആ ഡേയിൽ ഏതാണ് സെലക്ട് ചെയ്തത്, ടിബിലിസി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഓഫ് ജോർജിയ ആണ്. ക്യാപിറ്റൽ ഓഫ് ജോർജിയ. Okay, so capital of Georgia ആണ് Tbilisi. Tbilisi is selected as World Book Capital 2021. World Book Capital 2021. ഓക്കെ, സോ വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ ആണ് April 23. ആ ഡേ Tbilisi TBILISI വേൾഡ് ബുക്ക് ക്യാപിറ്റൽ 2021 ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, Tbilisi വേൾഡ് ബുക്ക് ക്യാപിറ്റൽ 2021 ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് Tbilisi is the capital of Georgia. So on the same day, 23rd of April, UN English Language Day and UN Spanish Language Day. And this is most important, UN English Language Day and also UN Spanish Language Day. Actually, നമുക്ക് പറയാം April 23rd എന്ന് പറയുന്നത് April 23rd എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ, വേൾഡ് ബുക്ക് ഡേ ആണ്. വേൾഡ് ബുക്ക് ഡേ. അതേപോലെ തന്നെ നമ്മുടെ വില്യം ഷേക്സ്പിയറിൻ്റെ ബർത്ത് ആൻഡ് ഡെത്ത് ഡേ ആണ്. ഓക്കെ, കാരണം ബർത്ത്ഡേ ആക്ച്വലി വില്യം ഷേക്സ്പിയറിൻ്റെ എക്സാക്റ്റ് ആയിട്ട് ആർക്കും അറിയില്ല. ഇറ്റ് ഈസ് ഒരു ബാപ്റ്റിസം ഡേ ആണ് വില്യം ഷേക്സ്പിയറിൻ്റെ April 23rd. അത് ആക്ച്വലി വൈഡ്ലി ആക്സെപ്റ്റ് ചെയ്തൊരു ഡേ ആണ്. വില്യം ഷേക്സ്പിയറിൻ്റെ ബർത്ത്ഡേ ആയിട്ട് വൈഡ്ലി ആക്സെപ്റ്റ് ചെയ്തൊരു ഡേ ആണ് 23rd of April എന്ന് പറയുന്നത്. പക്ഷേ സെയിം ഡേ തന്നെയാണ്, വേറെ ഇയറിൽ സെയിം ഡേ തന്നെയാണ് വില്യം ഷേക്സ്പിയറിൻ്റെ ഡെത്ത് ഡേയും 23rd of April തന്നെയാണ്. സോ ദീസ് ഡേയ്സ് അപ്പം സംതിങ് എന്താണ് വില്യം ഷേക്സ്പിയർ കോൺട്രിബ്യൂട്ട് ചെയ്തത്, നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കുറേ പോയംസ് എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് വില്യം ഷേക്സ്പിയർ ആണ് അല്ലേ നമ്മുടെ. അപ്പം എന്താണ്, സോ വില്യം ഷേക്സ്പിയർ ഇംഗ്ലീഷ് ലാംഗ്വേജ് അതേപോലെ കുറേ ബുക്സ് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളാണ് വില്യം ഷേക്സ്പിയർ. സോ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബുക്സ് മൂന്നും നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാം. സോ April 23rd എന്ന് പറയുന്നത് വേൾഡ് ബുക്ക് ഡേ ആണ്, അതായത് UN ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേ. സെയിം ബർത്ത് ആൻഡ് ഡെത്ത് ഡേ ആണ് വില്യം ഷേക്സ്പിയറിൻ്റെ. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ഓക്കെ, പിന്നെ UN ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേയും UN സ്പാനിഷ് ലാംഗ്വേജ് ഡേയും സെയിം ഡേ ആണെന്ന് ഓർത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് April 24. April 24 is World Day for Laboratory Animals. കണ്ടോ, ഇത് ലബോറട്ടറി ആനിമൽസ്. അപ്പോൾ അവർ ആനിമൽസ് അല്ലെങ്കിൽ നമുക്ക് പറയാം വേൾഡ് ഡേ ഫോർ ആനിമൽസ് ഇൻ ലബോറട്ടറി അല്ലെങ്കിൽ ലബോറട്ടറി ആനിമൽസ്, വേൾഡ് ഡേ ഫോർ ലബോറട്ടറി ആനിമൽസ്. അപ്പോൾ അവരെത്രത്തോളം സഫർ ചെയ്യുന്നുണ്ട് ആ ഒരു അവയർനെസ് ആണ്, ആ ഒരു റിമെമ്പറൻസിന്, ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും അത് ലബോറട്ടറി ആനിമൽസ് സഫർ ചെയ്യുന്നു അതിൻ്റെ ഒരു അവയർനെസ് തരാൻ വേണ്ടിയിട്ടാണ് April 24 is വേൾഡ് ഡേ ഫോർ ലബോറട്ടറി ആനിമൽസ്. ഓക്കെ, 24th of April. ആൻഡ് ദ സെയിം ഡേ ആണ് എന്ത്, നാഷണൽ പഞ്ചായത്തി രാജ് ഡേ. ആക്ച്വലി ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് നാഷണൽ പഞ്ചായത്തി രാജ് ഡേ 2010 Okay, and it was declared by former Prime Minister Manmohan Singh.
Okay, first National Panchayati Raj Day declared by former Prime Minister Manmohan Singh on 2010. ഇപ്പോൾ എന്ന് പറയുന്നത് എത്രാമത്തതാണ്? അതും വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 12th പഞ്ചായത്തി രാജ് ഡേ ആണ് ഈ 2021 ഒബ്സർവ് ചെയ്തത്. 12th പഞ്ചായത്തി രാജ് ഡേ. ഓക്കെ, എത്രാമത്തെയാണ്? 12th പഞ്ചായത്തി രാജ് ഡേ. ഓക്കെ, സോ വി ക്യാൻ ഗോ ഫോർ ദ ക്വിക്ക് റിവിഷൻ. ഓക്കെ, എന്ന് മുതലാണ്? April 16 മുതലുള്ള ക്വിക്ക് റിവിഷൻ നമുക്ക് നടത്താം. സോ April 16 എന്താണ്? എലഫൻറ്റ് ഡേ. April 17 എലഫൻറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ബ്ലഡ് ആയിട്ടുള്ളത്, അതായത് ഹീമോഫീലിയ ഡേ. പിന്നെ April 18 ഹീമോഫീലിയ ഡേ. അടുത്തതും എന്താണ്? ആണ്, ഹെറിറ്റേജ്, വേൾഡ് ഹെറിറ്റേജ് ഡേ. സോ നെക്സ്റ്റ് വൺ ഇസ് April 19 വേൾഡ് ഹെറിറ്റേജ് കഴിഞ്ഞാൽ വേൾഡ് ലിവർ ഡേ. പിന്നെ 20 ഉണ്ടോ? ഇല്ല. 21 April 21 എന്ത് ഡേ ആണ്? നാഷണൽ, 2 ഡേയ്സ് ആണ്. സിവിൽ സർവീസസ് ഡേ, നാഷണൽ സിവിൽ സർവീസസ് ഡേ പ്ലസ് പിന്നെ വേറൊരു ഡേയും കൂടി ഉണ്ട്. എന്താണ്? വേൾഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ, വേൾഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ ഡേ. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്യുക? ക്വിക്കായിട്ട് റിവിഷൻ ചെയ്യുക. പിന്നെ April 22. April 21 എന്തായിരുന്നു? April 21 എന്താണ്? നാഷണൽ സിവിൽ സർവീസ്, അതേപോലെ തന്നെ വേൾഡ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, അല്ലേ? ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ ഡേ. നെക്സ്റ്റ് വൺ ഇസ് April 22. April 21 ആണിത്. ഇനി April 22 എന്താണ്? ഇന്റർനാഷണൽ മദർ എർത്ത് ഡേ. നെക്സ്റ്റ് വൺ ഇസ് 3rd April 23 ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ. അതേപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, സ്പാനിഷ്, അല്ലേ? വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ, UN ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേ, UN സ്പാനിഷ് ലാംഗ്വേജ് ഡേ. അതാണ് April 23. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് വേൾഡ് April 24 എന്ത് ഡേ ആണ്? Animals in laboratory. Okay, animals in laboratory. And April 25th is World Malaria Day. April 25th is World Malaria Day. April 25th. April 24 എന്താണ്? April 24th Animals in Laboratory. പിന്നെ ഒരു ഡേയും കൂടി ഉണ്ട്. എന്താണത്? നാഷണൽ പഞ്ചായത്തി രാജ് ഡേ. അത് എത്രാമത്തെ നാഷണൽ പഞ്ചായത്തി രാജ് ഡേ ആണ്? 12th ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് വേൾഡ് മലേറിയ ഡേ, ദാറ്റ് ഇസ് April 25th. And this is the theme for 2021. It is also very important. Okay, so reaching the zero malaria target. Zero ഓർത്ത് വയ്ക്കുക. Reaching the zero malaria target is the 2021 theme. April 25th is observed as World Malaria Day 2021. Okay, next one is International Delegates Day. On the same day, World Malaria Day അതേപോലെ ഇന്റർനാഷണൽ ഡെലിഗേറ്റ്സ് ഡേയും സെയിം ആണ്. ഓക്കെ, സോ വാട്ട് ഇസ് ഡെലിഗേറ്റ് എന്ന് പറഞ്ഞ മീനിങ് നമുക്കറിയാം, അസൈനിങ് ആണ്, അല്ലേ? നമ്മൾ റോൾസ്, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ. ഇപ്പം ഞാൻ സീനിയർ ആണെങ്കിൽ എൻ്റെ തൊട്ട് താഴെയുള്ള സീനിയറിന് തൊട്ട് താഴെയുള്ള ഒരാൾക്ക് നമ്മൾ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും നമ്മൾ എന്ത് ചെയ്യുക? അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനാണ് ഡെലിഗേറ്റ് എന്ന് ഇംഗ്ലീഷിൽ മീനിങ്. പക്ഷേ നമുക്ക് ഡെലിഗേറ്റിന് വേറൊരു മീനിങ് ഉണ്ട്. എന്താണ്? റെപ്രസെൻറ്റേറ്റീവ്സ്, അംബാസിഡേഴ്സ്, എൻവോയ്, ഇതിനൊക്കെ നമ്മൾ എന്ത് പറയും? ഡെലിഗേറ്റ്സ് എന്ന് പറയും. ഓക്കെ, സോ ഓൺ 25th of April കണ്ടത് യുണൈറ്റഡ് നേഷൻസ് ആണ് ഡിക്ലെയർ ചെയ്യുന്നത്. സോ ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സ് ഡേ എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക? റോൾ ഓഫ് റെസ്പോൺസിബിലിറ്റീസ്, എന്തിൻ്റെ അവയർനെസ് ആണ്? റോൾ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡെലിഗേറ്റ്സ്, റോൾ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്, അല്ലേ? നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ്, UN റെപ്രസെൻറ്റേറ്റീവ്സ്, UNലെ ഡെലിഗേറ്റ്സോ, റോൾ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് ഡെലിഗേറ്റ്സ് ഓഫ് മെമ്പർ സ്റ്റേറ്റ്സ് ടു UN. മെമ്പർ സ്റ്റേറ്റ്സിന് യുഎനിലേക്കുള്ള ആ മെമ്പർ സ്റ്റേറ്റ്സ് ടു UN ഓരോ അംബാസിഡേഴ്സ്, റെപ്രസെൻറ്റേറ്റീവ്സ്, എൻവോയ്സ് ഒക്കെ ഇല്ലേ? അവരുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അതിനുള്ളൊരു അവയർനെസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, so it is on 25th of April. Next one is World Intellectual Property Day, April 26th. World Intellectual Property Day to April 26th. And what is the theme? It is very important.
ഓക്കെ, IP ആൻഡ് SMEs എന്ന് പറഞ്ഞാൽ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ എൻ്റർപ്രൈസസ് ആണ്. സോ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ എൻ്റർപ്രൈസസ് ടേക്കിംഗ് യുവർ ഐഡിയാസ് ടു മാർക്കറ്റ്. സോ IP ആൻഡ് SMEs taking your ideas to market. It is very important. So World Intellectual Property Day, April 26, and actually it is first declared on 2000 by World Intellectual Property Organization in the year 2000. Okay, World Intellectual Property Organization actually patents, അതേപോലെ എന്താ ഡിസൈൻസ്, ട്രേഡ് മാർക്സ്, കോപ്പിറൈറ്റ്സ്, ഇതിൻ്റെയൊക്കെ എന്താണ് ഇമ്പാക്റ്റ് ഓൺ ഡെയിലി ലൈഫാണ് ഈ ഒരു അവയർനെസ് തരുന്നത്. ഓക്കെ, ആൻഡ് ഓൺ ദ സെയിം ഡേ April 26 ചെർണോബിൽ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ചെർണോബിൽ എന്ന് പറയുന്നത് എന്താണ്? ചെർണോബിൽ മീൻസ് ഇറ്റ് ഇസ് എ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉക്രൈനിലുള്ളത്. ഓക്കെ, ഉക്രൈനിലുള്ള ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. ആക്ച്വലി അതൊരു ആക്സിഡൻ്റ് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ സംഭവിച്ചതാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ആ ഒരു ഡേയുടെ റിമെമ്പറൻസ് ആയിട്ടാണ് 26 April. സോ ഇൻ്റർനാഷണൽ ചെർണോബിൽ ഡിസാസ്റ്റർ. ഓക്കെ, സോ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് ഉക്രൈൻ എന്ന് പറയുന്നത്. സോ അത് ചെർണോബിൽ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഡിസാസ്റ്റർ റിമെമ്പറൻസ് ഡേ ആണ്. ഓക്കെ, സോ 28 April എന്ന് പറയുന്നത് വേൾഡ് ഡേ ഫോർ സേഫ്റ്റി. കണ്ടോ, സേഫ്റ്റി ഫസ്റ്റ്, ഇത് ഓർത്താൽ മതി. വേൾഡ് ഡേ ഫോർ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അറ്റ് വർക്ക് അതായത് നമ്മൾ ഇൻഡസ്ട്രീസ്, ഫാക്ടറീസിലൊക്കെ ഒക്കുപേഷണൽ ആക്സിഡൻസ് പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ളതാണ് 28 April. വേൾഡ് ഡേ ഫോർ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അറ്റ് വർക്ക്. ഒക്കുപേഷണൽ ആക്സിഡൻസ്. ഓക്കെ, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആക്സിഡൻസ്, നമ്മുടെ ഇൻഡസ്ട്രീസ് അവിടെയൊക്കെ ഉള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് 29th April. 29th April is International Dance Day. 29th April International Dance Day. Actually ഒരു ക്രിയേറ്റർ ഓഫ് മോഡേൺ ബാലറ്റ്, പേര് എന്തായിരുന്നു? ജീൻ ജോർജസ്. അപ്പോൾ അവരുടെ ബർത്ത്ഡേ ആണ് ആക്ച്വലി April 29th. ഓക്കെ, സോ ജീൻ ജോർജസ് നൊവേറയുടെ എന്താണ് ബർത്ത്ഡേ ആണ് April 29th. അപ്പോൾ ആ ഡേ ആണ് എന്ത് ചെയ്യുന്നത്? ഇൻ്റർനാഷണൽ ഡാൻസ് ഡേ. ദാറ്റ് ഇസ് ഒരു ഡാൻസ് എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു ഡേ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് April 29th ഇൻ്റർനാഷണൽ ഡാൻസ് ഡേ ആണെങ്കിൽ April 30. ഓക്കെ, April 29th ഡാൻസ് ഡേ ആണെങ്കിൽ ഓക്കെ, April 30 എന്ത് ഡേ ആണെങ്കിൽ ജാസ് ഡേ ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും റിലേറ്റ് ചെയ്ത് പഠിച്ചൂടെ? 29th ഡാൻസ് ആണെങ്കിൽ 30th ജാസ് ആണ്, ജാസ് ഡേ, ഇൻ്റർനാഷണൽ ജാസ് ഡേ. ഓക്കെ, ഇത് എത്രാമത്തെ ഇൻ്റർനാഷണൽ ജാസ് ഡേ ആണ്? 10th ആണ്. 10th. സോ 10-year ആനിവേഴ്സറി ആണ്. ഓക്കെ, ഈ പ്രാവശ്യം 10-year ആനിവേഴ്സറി ആണ്. സോ നെക്സ്റ്റ് വൺ. ഓക്കെ, സോ ലാസ്റ്റ് വൺ സെയിം ഡേ, ഇൻ്റർനാഷണൽ ജാസ് ഡേൻ്റെ അന്ന് തന്നെ April 30th എന്താണ്? ഇത് വേണ്ട, ഹാപ്പി ആയുഷ്മാൻ ഭാരത് ദിവസ് ആണ്. ആയുഷ്മാൻ ഭാരത് ദിവസ്, അതായത് നമുക്കറിയാം പ്രൈം മിനിസ്റ്റർ മോദി എന്ത് ചെയ്തിട്ടുണ്ട്? 2018 എന്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് പ്രൈം മിനിസ്റ്റർ മോദി? ആയുഷ്മാൻ ഭാരത് യോജന ലോഞ്ച് ചെയ്തിട്ടുണ്ട് 2018. അപ്പോൾ ആക്ച്വലി ഈ പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജന PMJAY എന്ന് പറയുന്നത് ഈ ആയുഷ്മാൻ ഭാരത് യോജനയുടെ ഒരു കീ കമ്പോണൻ്റ് ആണ് PMJAY. ഓക്കെ, അപ്പം അതിൽ ആക്ച്വലി ഈ PMJAY എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹെൽത്ത് സ്കീമാണ്. ഓക്കെ, ഇതൊരു ഹെൽത്ത് സ്കീമാണ്. ആക്ച്വലി അതെന്താണ്? ടു പ്രൊവൈഡ് ദ ഹെൽത്ത് കെയർ ബെനിഫിറ്റ്സ് ആണ് ക്രോർസ് ഓഫ് ഇന്ത്യൻസിന് വേണ്ടിയിട്ട്, അല്ലേ? ക്രോർസ് ഓഫ് ഇന്ത്യൻസിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് കെയർ ബെനിഫിറ്റ്സ് ആണ്. എസ്പെഷ്യലി എന്ത് ചെയ്യണം? ഹു കാണ്ട് എഫോർഡ് ദ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും എഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഇന്ത്യൻസിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഹെൽത്ത് കെയർ ബെനിഫിറ്റ്സ് ആണ്. ഇത് വേൾഡിലെ തന്നെ ഏറ്റവും വലിയ എന്താണ്? ഹെൽത്ത് സ്കീമാണ് ദിസ് PMJAY, പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജന എന്ന് പറയുന്ന ഈ ഹെൽത്ത് സ്കീം വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഹെൽത്ത് സ്കീമാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഏപ്രിൽ മന്ത്. കറണ്ട് അഫെയർസ് അല്ല, എന്താണ് കറണ്ട് അഫെയർസിലെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആൻഡ് തീംസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ കൂപ്പൺ കോഡ് മറക്കരുത്. DEEPZ എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ആരും മറക്കരുത്.
പിന്നെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ്, അപ്പോൾ ഏപ്രിൽ മന്തിലെ കഴിഞ്ഞു, ഇനി നമുക്ക് മെയ്യിലെ കവർ ചെയ്യണം. അപ്പോൾ ഏപ്രിലാവും മെയ് ആവും. ഓക്കെ, പിന്നെ നമ്മൾക്കറിയാം PET എക്സാം, പ്രിലിമിനറി എക്സാം ട്രെയിനിങ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈകാതെ തന്നെ നമ്മുടെ SBI ക്ലർക്ക് പ്രിലിംസ് എക്സാം ഡേറ്റും വരും, ഹോൾ ടിക്കറ്റും വരും. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുക സ്റ്റഡീസിൽ, വേറെ ഒന്നിലേക്കും നിങ്ങൾ എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്യാതെ. ഈവൻ ന്യൂസ് ആണെങ്കിലും പോലും, അതായത് കോവിഡ് ഇവിടെ ഈ ഡിസ്ട്രിക്റ്റിൽ ഇത്രയുണ്ട്, ആ ഡിസ്ട്രിക്റ്റിൽ ഇത്രയുണ്ട്, എക്സാംസ് മാറ്റി വെച്ചു, അങ്ങനെയുള്ള നെഗറ്റീവ് ന്യൂസ് ഒന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ ജസ്റ്റ് സ്റ്റഡീസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും, ഡിസ്ട്രാക്റ്റ് ആവും അല്ലേ. നമ്മൾ അങ്ങനത്തെ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റിവിറ്റി വരും. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റും എല്ലാം കുറയും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളതൊന്നും ഫോക്കസ് ചെയ്യേണ്ട. എന്തൊക്കെ നടന്നാലും നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ PDF കോഴ്സസും എല്ലാം എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് ഡെയിലി ചെയ്യുക. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ഇതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് ഒരു PDF അല്ലെങ്കിൽ ഒരു നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് പഠിക്കുകയാണെങ്കിൽ എത്ര ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഏപ്രിൽ മാസത്തിലെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, April 1 ഇങ്ങനെ, April 2 ഇത്, April 3 ഇത് പറഞ്ഞിട്ട് അതിൻ്റെ തീംസും ഒക്കെ ഇങ്ങനെ ഒരു പേപ്പറിൽ ഇരുന്ന് ഇങ്ങനെ പഠിക്കുമ്പോൾ ഭയങ്കര ബോറിങ്ങും ആയിരിക്കും. അതേപോലെ ഒട്ടും മെമ്മറൈസ് ചെയ്യാനും പറ്റില്ല. പക്ഷേ ഈ വീഡിയോ നോക്കി പഠിക്കുകയാണെങ്കിൽ ഈ വീഡിയോയിൽ പിക്ചേഴ്സ് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പിക്ചേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ പഠിക്കുന്ന ആ സമയത്ത് തന്നെ വേണമെന്നില്ല, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇങ്ങനെ കാണുകയാണെങ്കിൽ നന്നായിട്ട് മെമ്മറൈസ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഈ ഡേറ്റ്സും തീംസൊക്കെ ഈ ഒരു പിക്ചർ രൂപത്തിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക എന്നുള്ളത്. കാരണം അതിൽ ഡേറ്റും കൊടുത്തിട്ടുണ്ട്, പിക്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മുടെ മെമ്മറിയിൽ പതിഞ്ഞ് നിൽക്കും. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു മെത്തേഡാണ് പഠിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് മാക്സിമം ഇങ്ങനെ വീഡിയോ രൂപത്തിൽ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർമ്മിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ബോറിങ്ങും ആയിരിക്കില്ല. കാരണം അറിയാം, കറണ്ട് അഫയേഴ്സൊക്കെ ഇത്രയും, ഇതിപ്പോൾ ഒരു മാസമാണ്, ഏപ്രിൽ മെയ് ജൂൺ, ഇത്രയും ഒരു 6-7 മാസത്തിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡേയ്സും തീംസൊക്കെ ഇരുന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും, ഉറക്കവും വരും. അപ്പോൾ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് ഇതിൽ തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യുക, റിവിഷനും ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താണ്, താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ് ഓൺ ക്രാക്ക് വിത്ത് ജാക്ക് മലയാളം ചാനൽ.